ദുബായിലെ മലയാളി റെസ്റ്റോറന്റ് ഉടമകൾ കൈകോർക്കുന്നു. കേരളത്തിലെ റെസ്റ്റോറന്റ് ഉടമകളുടെ കൂട്ടായ്മയായ കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കീഴിലാണ് ഇവർ ഒന്നിക്കുന്നത്. ഇതിന്റെ ആദ്യ യോഗം ദുബായിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂട്ടായ്മ വ്യാപിപ്പിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. യോഗം നടക്കുന്ന ദുബായ് ലാവൻഡർ ഹോട്ടലിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് രംഗത്തുള്ളത് ദുബായ് നഗരത്തിലായിരിക്കും. മലയാളികളുടെ റെസ്റ്റോറന്റ് ഉടമകളായ മലയാളികളുടെ സംഘടനയായ KHRA ഇപ്പോൾ ദുബൈയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജയ്പാൽ നമ്മോടൊപ്പം ചേർന്നു. എന്താണ് ഇപ്പോൾ ദുബൈയിലേക്ക് കടന്നു വരാൻ കാരണം? ഏതൊക്കെ പ്രമുഖ റെസ്റ്റോറന്റ് ഉടമകൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമാകുന്നു? കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്. സൗഹൃദത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനം വളർത്തുക. ദുബായിലാണെങ്കിലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ എവിടെയാണെങ്കിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ അസോസിയേഷനൊക്കെ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാവരും തന്നെ മിക്കവാറും ഇവിടെയുള്ള ഹോട്ടലുകാരൊക്കെ തന്നെ കേരളത്തിന് ഹോട്ടലുള്ളവരാണ്. ഇപ്പൊ സുമേഷ് പാരഗണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാരഭാഗ്യത ഇവിടെ ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ മിക്ക നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മേപ്പിൽ എടുത്തു നോക്കാം, അതുപോലെ തന്നെ ദേപ്പൂട്ടുണ്ട്. ഏത് ഹോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ കേരളത്തിൽ KHRA വിട്ട് സഹകരിക്കുന്ന അംഗങ്ങളാണ്. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെയുള്ള UAE-യിലുള്ള മുഴുവൻ ചെറുതും വലുതുമായ മുഴുവൻ ഹോട്ടലുകളെയും കൂടി ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഇത്രയുള്ള ഒരു കൂട്ടായ്മ, അതായത് നല്ല സന്ദേശങ്ങൾ. നമ്മുടെ കേരളത്തിൽ ഒത്തിരിയേറെ നമുക്കറിയാം, വയനാടൊക്കെ ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ ഹോട്ടൽ അസോസിയേഷനാണ് ഒത്തിരി ചാരിറ്റി ചെയ്തത്. ബിസിനസ് രംഗത്ത് ഏതൊക്കെ തരത്തിലാണ് അത് ഈ ഉടമകൾക്ക് ഉപകാരപ്പെടുന്നത്? ബിസിനസ് രംഗത്ത് പറഞ്ഞപ്പോൾ നമ്മളിവിടെ നമ്മളൊരു എക്സ്പോ നടത്താൻ നമുക്ക് ഐഡിയ ഉണ്ട്. നമുക്കറിയാം നല്ല റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നല്ല ഞങ്ങളുടെ എക്യുപ്മെന്റ്സിന്റെ പുതിയ ഒത്തിരി നൂതനമായ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഈ ഫീൽഡിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാരോഗ്യകരമായ മത്സരം, അതേപോലെ തന്നെ ഒത്തിരി ഡിപ്രഷൻ. അതായത് ബിസിനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. ഈ ടെൻഷൻ കാരണം തന്നെ പലർക്കും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂട്ടായ്മകളിൽ കൂടെ അവരിലേക്ക് നന്മ അല്ലെങ്കിൽ സന്തോഷം കൊടുത്തുകൊണ്ട് എങ്ങനെ അവരെ ചേർത്ത് പിടിക്കാം. പലപ്പോഴും പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് സാമ്പത്തികമായിരിക്കാം, ചിലർക്ക് മെന്റലി ആയിരിക്കാം, പല പ്രശ്നങ്ങൾ. അതായത് ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ഈ ബിസിനസിന്റെ കുറവുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായ മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഇന്നലെ വന്നപ്പോ തന്നെ ഒരു വ്യക്തി പറഞ്ഞു 1.5 കോടി രൂപകളും ബിസിനസ്സിൽ നഷ്ടം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം വരുന്നത്? നമ്മുടെ ബിസിനസിന്റെ കുഴപ്പമാണോ? അതല്ല, എന്താണ് അവിടെ ഒരു പോരായ്മ വരുന്നത്? നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ അവർക്ക് വേണ്ട എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം തന്നെ അതിനെല്ലാം വലിയൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കുക. ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ നേടാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തില്ല, അല്ലെങ്കിൽ നമുക്കില്ല. അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മ. ദുബൈയിലുള്ള റെസ്റ്റോറന്റ് ഉടമകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്ക് നാട്ടിലെ റെസ്റ്റോറന്റ് ഉണ്ട്, മഹ്ഫൽ ബിരിയാണി എന്നുള്ള പേരില്. അതേ റെസ്റ്റോറന്റ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും നമ്മൾ ദുബായിലാണ് എളുപ്പം, അമേരിക്കയിലാണ് എളുപ്പം, ഇന്ത്യയാണ് എളുപ്പം. എളുപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ട എളുപ്പമാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 100% കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് ഓരോ കൺട്രിയിലും അവരുടെ കൺട്രി അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പാലിക്കുക. അപ്പൊ നമുക്ക് കച്ചവടം എപ്പോഴും എളുപ്പമായിരിക്കും. അതിന് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സംഘടനയുടെ നാട്ടിലായിക്കോട്ടെ KHRA. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ മലയാളി ഇപ്പൊ പേടിക്കുന്ന കാര്യമാണ്. അവിടെ പേപ്പർ കിട്ടും, വിസ പ്രോസസ് എന്താ. നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ KHRA മതിയാവും. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയി എനിക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങണം എന്ന് പറഞ്ഞത് ഒരു ദുബായിൽ ഒതുങ്ങുന്നില്ല. ഗ്ലോബലി മലയാളികൾ എവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ട്, അതാണ് നമ്മുടെ സാറ് പറയുന്നത്, അവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഈ ഹെൽപ്പും ഈ കൂട്ടായ്മ ഉണ്ടാവുക. അതിനാണ് ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് KHRA പറയുന്നത്. UAE-യിൽ മാത്രമല്ല, അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ മലയാളികൾ എവിടെയുണ്ടോ അവിടേക്കൊക്കെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു തുടക്കമാണ് ദുബൈയിൽ നിന്ന് ആരംഭിക്കുന്നത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.